നരസിംഹ ജയന്തി ദിനത്തിൽ ശത്രുദോഷം മാറാനും ഐശ്വര്യം ലഭിക്കാനുമായി വീട്ടിൽ ചെയ്യാവുന്ന ലളിതമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. ശത്രുദോഷം, ദൃഷ്ടിദോഷം, ഭയം, കടബാധ്യതകൾ എന്നിവയിൽ നിന്ന് മോചനം നേടാനും കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കാനും ഈ കർമ്മം സഹായിക്കും. നരസിംഹ ജയന്തി ദിവസം സന്ധ്യാസമയത്താണ് ഇത് ചെയ്യേണ്ടത്. വീട് വൃത്തിയാക്കി സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തുക. വിളക്കിൽ നല്ലെണ്ണയോ എള്ളെണ്ണയോ ഉപയോഗിക്കുന്നത് ഉത്തമമാണ്. ശർക്കര, ചുക്ക്, ഏലക്കായ, അല്പം നാരങ്ങാനീര് എന്നിവ ചേർത്ത് പാനകമുണ്ടാക്കി ഭഗവാന് നിവേദ്യമായി വിളക്കിനു മുന്നിൽ വയ്ക്കുക. ഒരു പീട്ടി തുളസിയില കൈയിലെടുത്ത് ഓം നരസിംഹായ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. ജപിച്ച ശേഷം തുളസിയില വിളക്കിനു മുന്നിലോ ഭഗവാന്റെ ചിത്രത്തിനു മുന്നിലോ സമർപ്പിക്കുക. തുടർന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളും വിഷമങ്ങളും ഭഗവാനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം പാനകം വീട്ടിലുള്ളവർക്ക് പ്രസാദമായി നൽകാവുന്നതാണ്. ഈ ദിവസം സസ്യാഹാരം മാത്രം കഴിക്കുന്നത് ഉത്തമമായിരിക്കും. ഭക്തരുടെ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ് നരസിംഹമൂർത്തിയെന്നും സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ടാകും. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഭക്തർ വിളിച്ചാൽ ഏറ്റവും വേഗത്തിൽ ഓടിയെത്തുന്ന അവതാരമാണ് നരസിംഹമൂർത്തിയെന്ന് പുരാണങ്ങൾ പറയുന്നു. ശത്രുക്കൾക്കു മുന്നിൽ അതിഭയങ്കരമായ രൂപമാണെങ്കിലും ഭക്തർക്കു മുന്നിൽ അതീവ വാത്സല്യമുള്ള പിതാവിനെപ്പോലെയാണ് ഭഗവാൻ. തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട് എന്ന തത്വം നരസിംഹ അവതാരത്തിലൂടെയാണ് തെളിയുന്നത്. അതുകൊണ്ടുതന്നെ ലോകത്തെവിടെയുമുള്ള തന്റെ ഭക്തരെ സംരക്ഷിക്കാൻ ഭഗവാന് സാധിക്കും. ദീർഘകാലമായി അസുഖങ്ങൾ അലട്ടുന്നവർ ഈ വഴിപാട് ചെയ്യുന്നത് ഉത്തമമാണ്. നാം കഴിക്കുന്ന ഔഷധങ്ങൾ ശരീരത്തിൽ ശരിയായി പ്രവർത്തിക്കാനും രോഗമുക്തി ലഭിക്കാനും ഇത് സഹായിക്കും. കടം കൊണ്ട് വലയുന്നവർക്ക് ഋണമോചന നരസിംഹ സ്തോത്രം ജപിക്കുന്നത് ആശ്വാസം നൽകും. നരസിംഹമൂർത്തി ഉള്ളിടത്ത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യവുമുണ്ടാകുമെന്നാണ് വിശ്വാസം. മനസ്സിലെ അകാരണമായ ഭയം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ എന്നിവ മാറി മനസ്സിന് നല്ല കരുത്തും ഉന്മേഷവും ലഭിക്കാൻ ഈ പ്രാർത്ഥന സഹായിക്കും. പകലുമല്ലാത്ത രാത്രിയുമല്ലാത്ത സന്ധ്യാസമയത്താണ് ഹിരണ്യകശിപുവിനെ വധിക്കാൻ ഭഗവാൻ അവതരിച്ചത്. അതുകൊണ്ടാണ് ഈ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിനും ശരീരത്തിനും ശുദ്ധി ലഭിക്കാൻ മാംസാഹാരം പൂർണ്ണമായും ഒഴിവാക്കി സസ്യാഹാരം ശീലിക്കണം. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനും ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങളുണ്ടാകാനും ഈ ലളിതമായ വഴിപാട് സഹായിക്കും. നിവേദ്യമായി സമർപ്പിക്കുന്ന പാനകം വെറുമൊരു പാനീയമല്ല, മറിച്ച് അത് ഔഷധഗുണമുള്ള ഒന്നാണെന്ന് ഇതിലെ ചേരുവകൾ ചുക്ക്, ഏലക്കായ തുടങ്ങിയവ ശരീരത്തിന് ഉന്മേഷവും ഓജസ്സും പ്രദാനം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഇത് സേവിക്കുന്നത് ശരീരത്തിലെ രോഗദുരിതങ്ങളെ കുറയ്ക്കാനും മനോവീര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. നാം മറ്റുള്ളവരെ ദ്രോഹിക്കാതിരുന്നാൽ ഭഗവാൻ നമ്മെ സംരക്ഷിക്കും. എന്നാൽ അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ ഉപദ്രവിച്ചാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടിവരും. ശത്രുക്കൾ നമുക്കെതിരെ നടത്തുന്ന തന്ത്രങ്ങളെ ഭഗവാൻ പരാജയപ്പെടുത്തുമെന്നും അവർക്ക് അർഹമായ തിരിച്ചടി ലഭിക്കും. നരസിംഹ ജയന്തിയുടെ കൃത്യം ദിവസം തന്നെ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് വരുന്ന വ്യാഴാഴ്ചകളിലോ മറ്റ് വിശേഷ ദിവസങ്ങളിലോ ഭക്തിയോടെ ഇത് ചെയ്യാവുന്നതാണ്. വീട്ടിൽ ഭഗവാന്റെ ചിത്രമില്ലെങ്കിലും നിലവിളക്കിന് മുന്നിൽ ഈ വഴിപാടുകൾ സമർപ്പിക്കാം. മന്ത്രം ജപിക്കുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെയും ഏകാഗ്രതയോടെയും ഇരിക്കാൻ ശ്രദ്ധിക്കുക. ലളിതമായ ഈ കർമ്മത്തിലൂടെ ജീവിതത്തിലെ വലിയ തടസ്സങ്ങൾ നീങ്ങുമെന്നും വലിയൊരാശ്വാസം